പാകിസ്ഥാനേക്കാൾ ഭീകരരല്ല താലിബാൻ. അങ്ങനെ ഒരു നിലപാടിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സഹകരണം കൂട്ടാം എന്ന ഇന്ത്യയുടെ തീരുമാനം ലോകരാജ്യങ്ങൾ വരെ നല്ലൊരു രീതിയിലാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് അറിയിച്ചത്. വിദേശകാര്യമന്ത്രിയുമായാണ് താലിബാൻ ധാരണ ഉണ്ടാക്കിയത്. ആദ്യമായിട്ടാണ് താലിബാൻ സർക്കാരിന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ചർച്ച നടത്തുന്നത് തന്നെ. ഫോണിലാണ് രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തിയത്. പാകിസ്ഥാന് ഇത് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യ താലിബാൻ സഹകരണം, അതുപോലെ തന്നെ വിസ പുനരാരംഭിക്കാനുള്ള ആലോചന, ജയിലിലുള്ള അഫ്ഗാനികളെ വിട്ടയക്കണം എന്ന ആവശ്യം, വികസന കാര്യങ്ങളിലും ചർച്ച നടത്താം എന്നാണ് തീരുമാനം. പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യയുടെ ആദ്യത്തെ ഫോൺ കോൾ കഴിഞ്ഞ ദിവസം നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് വ്യാഴാഴ്ച താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായി ഫോണിൽ സംസാരിച്ചത്. ഇന്ത്യയുടെ ആദ്യ മന്ത്രിതല ആശയവിനിമയമാണിത്. പഹൽഗാം ഭീകരാക്രമണത്തെ താലിബാൻ ഭരണകൂടം ശക്തമായി അപലപിക്കുകയും പിന്നിൽ താലിബാൻ ആണ് എന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ സംഭാഷണം നടക്കുന്നത്. ഇതിനു പിന്നാലെ എസ് ജയശങ്കർ താലിബാൻ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയിൽ നന്ദി അറിയിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റും പങ്കുവച്ചിരുന്നു. ആക്ടിംഗ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖിയുമായി സംസാരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ചർച്ചയ്ക്കിടെ അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തെയും അവരുടെ വികസന ആവശ്യങ്ങൾക്കുള്ള തുടർച്ചയായ പിന്തുണയും അദ്ദേഹം അടിവരയിട്ടു. ഇരു രാജ്യങ്ങളുടെ തമ്മിലുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളും മാർഗങ്ങളും ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെ സംഭവങ്ങളുമായി താലിബാനെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണങ്ങളെയും പാക് മാധ്യമങ്ങളിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെയും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്തഖി ശക്തമായി നിരസിച്ചു. ഇതിനെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ജയശങ്കർ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. താലിബാന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഹാഫിസ് സിയ അഹമ്മദ് പറയുന്നത് പ്രകാരം വൈദ്യസഹായം തേടുന്ന അഫ്ഗാൻ പൗരന്മാർക്ക് കൂടുതൽ വിസകൾ നൽകണമെന്ന് മുത്താഖി ഡോക്ടർ ജയശങ്കറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരം, ഇന്ത്യൻ ജയിലുകളിലെ അഫ്ഗാൻ തടവുകാരുടെ മോചനം, തിരിച്ചുവരവ്, ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ വികസനം എന്നിവയും ചർച്ച ചെയ്തതായി സിയ അഹമ്മദിന്റെ പോസ്റ്റിൽ പറയുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കുകയും അതിർത്തി പോസ്റ്റുകൾ അടയ്ക്കുകയും ചെയ്തതിനാൽ ചബഹാർ തുറമുഖവും ചർച്ചയിൽ നിറയുകയാണ്. ഇന്ത്യയിലെത്താൻ പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗങ്ങളെ ആശ്രയിക്കുന്നതിനാൽ അഫ്ഗാനിസ്ഥാനാണ് അതിർത്തികൾ അടച്ചത് തിരിച്ചടിയായത്. ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരമാണ് ഇതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. ഇതിനിടെ താലിബാൻ ഭരണകൂടവുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദം വീണ്ടും ഇന്ത്യ ഉറപ്പിച്ചിരിക്കുകയാണ്. മെയ് 10 ഇന്ത്യൻ മിസൈൽ പതിച്ചു എന്ന പാകിസ്ഥാൻ അവകാശവാദം അഫ്ഗാനിസ്ഥാൻ തള്ളിയിരുന്നു. തെറ്റായതും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വിള്ളൽ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇല്ലാതായത് എന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. പഹൽഗാം ഭീകര ആക്രമണത്തെ അഫ്ഗാൻ അപലപിച്ചതിനുള്ള നന്ദിയും ജയശങ്കർ പ്രകടിപ്പിച്ചു. അഫ്ഗാൻ മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച വിവരം ജയശങ്കർ എക്സിലൂടെയാണ് അറിയിച്ചത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.